കൊച്ചി ഉൾക്കടലിൽ കപ്പൽ ബോട്ടിലിടിച്ച കേസ് ഒത്തുതീർപ്പാക്കി. കഴിഞ്ഞയാഴ്ച MSC സിൽവർ എന്ന കപ്പൽ പ്രത്യാശ എന്ന ബോട്ടിലിടിച്ച കേസാണ് ഒത്തുതീർപ്പായത്. 18 ലക്ഷം രൂപ ബോട്ടുടമകൾക്ക് നഷ്ടപരിഹാരമായി നൽകി. ഇതോടെ ബോട്ടുടമകളും തൊഴിലാളികളും പോലീസിൽ നൽകിയ പരാതി പിൻവലിച്ചു. നിതിൻ സേവ്യർ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഏത് രീതിയിലാണ് കേസ് ഒത്തുതീർപ്പിലായത്? ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഇത്തരത്തിൽ കണ്ണമാലിക്ക് സമീപം ഈ അപകടം നടക്കുന്നത്. ആലപ്പുഴ സ്വദേശിയായ സ്റ്റാലിന്റെ പ്രത്യാശ എന്ന വള്ളത്തിന് നേരെയായിരുന്നു MSC സിൽവർ 2 എന്ന കപ്പൽ എടുത്തത്. വലിയ അപകടം ഒഴിവാകുകയായിരുന്നു. ഈ മത്സ്യത്തൊഴിലാളികളടക്കം വലിയ ബഹളമുണ്ടാക്കിയതിനെ തുടർന്ന് വലിയ അപകടമാണ് അവിടെ നിന്നും ഒഴിവായത്. അതിനുശേഷം ഈ കപ്പൽ തൊഴിലാളികൾ ഈ മത്സ്യത്തൊഴിലാളികളും ഒപ്പം ബോട്ടുടമയും തീരദേശ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരു കൂട്ടരെയും കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തിരുന്നു. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. MSC കമ്പനി പ്രതിനിധികളും പരമ്പരാഗത മത്സ്യത്തൊഴിലാളി യൂണിയൻ പ്രസിഡന്റും തമ്മിൽ ഇന്നലെ രാത്രി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയുടെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഇത്തരത്തിൽ 18 ലക്ഷം രൂപ ബോട്ടുടമകൾക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് കേസ് ഒത്തുതീർപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. 18 ലക്ഷം രൂപയുടെ DDയും കമ്പനി കൈമാറിയിട്ടുണ്ട്. ഇതോടെ ഈ കേസ് മത്സ്യത്തൊഴിലാളികൾ പിൻവലിക്കുകയും ചെയ്തു.